നോഹയുടെ കഥ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും അവിശ്വസനീയമായ ഒരു അതിജീവന ദൗത്യത്തിന്റെ ഏടാണ്. ഒരു വർഷത്തിലധികം നാളുകൾ, 8 പേർ മരം കൊണ്ടുള്ള ഭീമാകാരമായ പേടകത്തിനകത്ത് പൂട്ടിയിടപ്പെട്ടിരിക്കുന്നു. അവർക്ക് വാതിൽ തുറക്കാനോ ശുദ്ധവായു ശ്വസിക്കാൻ പുറത്തിറങ്ങാനോ യാതൊരു വഴിയുമില്ല. ആകെ ഒരു ജനൽ മാത്രം, വെറും 45 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു കിളിവാതിൽ. ഈ അടച്ചിടൽ അവർ സഹിച്ചത് ലോകത്തെ സകല ജീവജാലങ്ങളുടെയും ആയിരക്കണക്കിന് പ്രതിനിധികളോടൊപ്പമാണ്. നോഹയും കുടുംബവും ഇത് എങ്ങനെ സാധിച്ചു എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മളെ തീർച്ചയായും അത്ഭുതപ്പെടുത്തും. ലോകം ഒരു മഹാപ്രളയത്തെ അഭിമുഖീകരിക്കാൻ പോവുകയാണെന്ന മുന്നറിയിപ്പ് ദൈവത്തിൽ നിന്നും ലഭിച്ചപ്പോൾ തന്റെ കുടുംബത്തെയും ഭൂമിയിലെ ജീവിവർഗങ്ങളെയും സംരക്ഷിക്കുക എന്ന അതിബൃഹത്തായ ദൗത്യത്തിനായി നോഹ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ആ ദൗത്യത്തിന്റെ കേന്ദ്രബിന്ദു അദ്ദേഹം നിർമ്മിച്ച ആ ഭീമാകാരമായ മരപ്പേടകമായിരുന്നു. പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ അവർ എങ്ങനെയാണ് ഒരു വർഷത്തിലധികം കാലം അവിടെ കഴിഞ്ഞുകൂടിയത്? ആ ശ്രമങ്ങളും വെല്ലുവിളികളും നമുക്ക് പരിശോധിക്കാം. തന്റെ കുടുംബാംഗങ്ങളോടൊപ്പം ഈ ദൗത്യത്തിന്റെ ഭാഗമായി നോഹ നിർമ്മിച്ച പേടകത്തിന് സങ്കല്പിക്കാൻ കഴിയുന്നതിലും വലിയ വലിപ്പമുണ്ടായിരുന്നു. ഏകദേശം 135 മീറ്റർ നീളം, 22 മീറ്റർ വീതി, 13 മീറ്റർ ഉയരം. ആധുനിക കപ്പൽ നിർമ്മാണ വിദഗ്ധർ പോലും അത്ഭുതപ്പെടുന്ന അളവുകളാണിത്. ഈ സ്ഥലം 3 നിലകളായിട്ടാണ് വിഭജിക്കപ്പെട്ടത്. ഓരോ നിലയും ഓരോ ചെറിയ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വിസ്തൃതിയിലുള്ളവയായിരുന്നു. എന്നാൽ ഈ വിസ്താരം 8 മനുഷ്യർക്ക് മാത്രമായിരുന്നില്ല. ഭൂമിയിലെ പ്രധാനപ്പെട്ട എല്ലാ ജീവിവർഗങ്ങളുടെയും ആയിരക്കണക്കിന് പ്രതിനിധികൾ, അതായത് പക്ഷികൾ, സസ്തനികൾ, ഇഴജന്തുക്കൾ തുടങ്ങിയവ ഈ 3 നിലകളിൽ ഇടം കണ്ടെത്തി. ലോകത്തിലെ മുഴുവൻ ജന്തുജാലങ്ങളെയും ഒരൊറ്റയിടത്ത് ഒതുക്കുക എന്നതായിരുന്നു നോഹയുടെ ആദ്യത്തെ വലിയ വെല്ലുവിളി. പേടകത്തിനുള്ളിലെ ഏറ്റവും വലിയ പ്രതിസന്ധി വായു സഞ്ചാരവും വെളിച്ചവുമായിരുന്നു. പേടകത്തിൽ ആകെ ഉണ്ടായിരുന്നത് 45 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു ജനാലയാണ്. ഈ ചെറിയ ഭാഗത്തിലൂടെയായിരുന്നു 3 നിലകളിലേക്കും ആവശ്യമായ വായുവും വെളിച്ചവും എത്തിയിരുന്നത്. ആയിരക്കണക്കിന് ജീവികൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടത്ത് വെറും 45 സെന്റിമീറ്റർ ഉയരത്തിലുള്ള ഒരു ജനൽ നൽകുന്ന വായു സഞ്ചാരം ഉപയോഗിച്ച് അവർ എങ്ങനെ ശ്വാസം മുട്ടാതെ കഴിഞ്ഞു? ഈ ജീവികളെ എങ്ങനെ പരിപാലിച്ചു? കൂടാതെ പേടകത്തിൽ പ്രവേശിച്ചതിന് ശേഷം പുറത്തേക്കുള്ള വാതിൽ ദൈവം അടച്ചു എന്നാണ് ബൈബിളിൽ ഉള്ളത്. ആ വാതിൽ നോഹയ്ക്കോ കുടുംബത്തിനോ തുറക്കാൻ കഴിയുമായിരുന്നില്ല. അവർ അക്ഷരാർത്ഥത്തിൽ അകത്ത് പൂട്ടിയിടപ്പെട്ടു. ശുദ്ധവായു ശ്വസിക്കാനോ പുറത്തിറങ്ങി ഒരു നിമിഷം ആശ്വാസം കണ്ടെത്താനോ ഉള്ള സ്വാതന്ത്ര്യം അവർക്കില്ലായിരുന്നു. ഈ പൂർണ്ണമായ ബന്ധനത്തിലായിരുന്നു അവർ 370 ദിവസത്തിലധികം കഴിഞ്ഞുകൂടിയത്. കടുത്ത സമ്മർദ്ദവും ഒറ്റപ്പെടലും ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഈ അവസ്ഥയെ അതിജീവിക്കുക എന്നതായിരുന്നു നോഹയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. പേടകത്തിനകത്തെ ജീവിതം ഒരു ലോജിസ്റ്റിക്സ് വിദഗ്ധനെ പോലും കുഴപ്പിക്കുന്ന ഒന്നായിരുന്നു. 8 മനുഷ്യർ എങ്ങനെയാണ് ഒരു വർഷത്തിലധികം ആയിരക്കണക്കിന് ജീവികളെ പോറ്റിയത്? പേടകത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ഈ മൃഗങ്ങൾക്കും തങ്ങൾക്കും വേണ്ട ടൺ കണക്കിന് ഭക്ഷണം ശേഖരിക്കേണ്ട ചുമതല നോഹയ്ക്കായിരുന്നു. ഒരു വർഷത്തിലധികം വേണ്ടത്ര ധാന്യങ്ങൾ, ഇലകൾ, വിത്തുകൾ, പഴങ്ങൾ, മറ്റ് ആവശ്യമായ ഭക്ഷണം എന്നിവ ശേഖരിച്ച് സംഭരിക്കുക എന്നത് ദിവസങ്ങളോളം നീണ്ടുനിന്ന കഠിനാധ്വാനമായിരുന്നിരിക്കണം. കൂടാതെ ഓരോ ജീവിവർഗത്തിനും ആവശ്യമായ പ്രത്യേക ആഹാരം തന്നെ നൽകേണ്ടിയിരുന്നു. ഏറ്റവും പ്രധാനമായി അന്നത്തെ കാലത്ത് ശീതീകരണ സംവിധാനങ്ങളോ രാസവസ്തുക്കളോ ഇല്ലാതെ ഇത്രയും വലിയ അളവിലുള്ള ഭക്ഷണം ഒരു വർഷത്തിലധികം കേടുകൂടാതെ സൂക്ഷിക്കേണ്ടിയിരുന്നു. ഈ ഭക്ഷണം ചിട്ടയോടെ അടുക്കിവെച്ച് ദിവസേനയുള്ള വിതരണത്തിനായി എളുപ്പത്തിലെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ക്രമപ്പെടുത്തേണ്ടതും വലിയ വെല്ലുവിളിയായിരുന്നു. വെറും 8 പേർക്ക് ഈ ഭീമൻ ദൗത്യം ഒറ്റയ്ക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. സംഘർഷങ്ങൾ ഒഴിവാക്കാനും ജോലികൾ കൃത്യമായി നടപ്പിലാക്കാനും വേണ്ടി നോഹയുടെ നേതൃത്വത്തിൽ വ്യക്തമായ ഒരു ജോലി വിഭജനം പേടകത്തിൽ നിലനിർത്തിയിരുന്നിരിക്കണം. നോഹ പൊതുവായ കാര്യങ്ങൾ ഏകോപിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പുത്രന്മാർ മൃഗങ്ങളെ പരിപാലിക്കുന്നതിന്റെ വിവിധ ചുമതലകൾ ഏറ്റെടുത്തു. സ്ത്രീകൾ ഭക്ഷണം തയ്യാറാക്കൽ, ശുചീകരണ ചുമതലകൾ തുടങ്ങിയ ഗാർഹിക ആവശ്യങ്ങൾ നിറവേറ്റിയിരിക്കണം. കുടുംബത്തിനുള്ളിലെ ഈ വ്യക്തമായ ഘടനയും ഐക്യവുമാണ് ഈ കഠിനമായ അവസ്ഥയിൽ അവർക്ക് തളർന്നു പോകാതെ മുന്നോട്ടു പോകാൻ കരുത്തു നൽകിയത്. നോഹയുടെ സ്വഭാവ സവിശേഷതകൾ ഈ നേതൃത്വത്തിൽ നിർണായകമായി. തന്റെ സമൂഹം കടുത്ത അരാജകത്വത്തിലൂടെ കടന്നു പോകുമ്പോൾ പോലും നീതിയിലും ധാർമ്മികതയിലും ഉറച്ചുനിന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ സ്വഭാവമാണ് പേടകത്തിലെ കുടുംബാംഗങ്ങൾക്കിടയിൽ ഐക്യം നിലനിർത്താൻ സഹായിച്ചത്. പേടകത്തിനകത്തെ ഏറ്റവും വലിയ അത്ഭുതം ആയിരക്കണക്കിന് വന്യമൃഗങ്ങൾക്കിടയിലെ സഹവർത്തിത്വമായിരുന്നു. വേട്ടയാടുന്ന മൃഗങ്ങൾ ഇരകളെ ആക്രമിക്കാതെ ഒരു വർഷത്തിലധികം ഒരുമിച്ച് കഴിഞ്ഞു എന്നത് പ്രകൃതി നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യമാണ്.
സിംഹങ്ങൾ മാനുകളുടെ അരികിൽ, ചെന്നായ്ക്കൾ ആടുകൾക്കൊപ്പം. സ്വാഭാവികമായ വേട്ടയാടൽ പോലുള്ള സഹജവാസനകൾ പൂർണ്ണമായും നിലച്ചതുപോലെയായിരുന്നു അവിടെ കാര്യങ്ങൾ. ഈ മൃഗങ്ങൾ സ്വമേധയാ പേടകത്തിലേക്ക് വന്നു എന്നതാണ് ഈ കഥയിലെ മറ്റൊരു ശ്രദ്ധേയമായ വസ്തുത. വന്യമൃഗങ്ങൾ സാധാരണയായി മനുഷ്യരെ ഭയന്ന് ഓടി അകലുന്നവയാണ്. എന്നാൽ എല്ലാ വർഗങ്ങളുടെയും പ്രതിനിധികൾ ചിട്ടയോടെ ജോഡികളായി യാതൊരു ബഹളവുമില്ലാതെ പേടകത്തിലേക്ക് പ്രവേശിച്ചു. നോഹയുടെ കഴിവിനപ്പുറമുള്ള ഒരു ദൈവശക്തിയുടെ നിയന്ത്രണത്തിലായിരുന്നു പേടകത്തിനകത്തെ കാര്യങ്ങളെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഈ ദൗത്യം വിജയിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവ് പേടകത്തിൽ പ്രവേശിച്ച എല്ലാ ജീവികളും അതിജീവിച്ചു എന്നതാണ്. ആക്രമണങ്ങൾ ഒഴിവായതുകൊണ്ടും കൃത്യമായ പരിചരണം ലഭിച്ചതുകൊണ്ടുമാണ് ഈ അതിജീവനം സാധ്യമായത്. 1 വർഷത്തിലധികം കഴിഞ്ഞിരിക്കുന്നു. പുറത്തെ ലോകം പ്രളയജലത്തിൽ നിന്ന് മുക്തമായോ, പേടകം ഉപേക്ഷിച്ച് പുറത്തിറങ്ങുന്നത് സുരക്ഷിതമാണോ? ഈ ചോദ്യങ്ങൾ നോഹയെ അലട്ടിയിരിക്കാം. 10 മാസത്തിലധികം സൂര്യനെ നേരിട്ട് കാണാതെ 45 സെന്റിമീറ്റർ ജനലിലൂടെ വെള്ളം മാത്രം കണ്ടുകൊണ്ട് തന്റെ ഏക ആശ്രയം ഉപേക്ഷിക്കുന്നത് ഒരു മാരകമായ തെറ്റായിരിക്കുമോ എന്ന ഭയം നോഹയ്ക്കുണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. പേടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ച് പർവ്വതങ്ങളുടെ മുകൾ ഭാഗം കണ്ടു തുടങ്ങി 40 ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് നോഹ ജനൽ തുറക്കുന്നത്. അതുവരെ അദ്ദേഹം കാത്തിരുന്നു. വെറും പ്രതീക്ഷയിലോ തിടുക്കത്തിലോ അദ്ദേഹം എല്ലാം അപകടത്തിലാക്കാൻ തയ്യാറായില്ല. തന്റെ കുടുംബത്തിന്റെയും ജീവിവർഗങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ നോഹ ഘട്ടം ഘട്ടമായുള്ള ഒരു പരീക്ഷണ രീതി ആവിഷ്കരിച്ചു. പേടകം കരയിൽ ഉറച്ച് 40 ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് അദ്ദേഹം ആദ്യത്തെ ശ്രമം നടത്തുന്നത്. അത് അദ്ദേഹത്തിന്റെ പ്രായോഗിക ബുദ്ധിയെ വെളിപ്പെടുത്തുന്നു. നോഹ ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു. അത് പുറത്തേക്ക് പോവുകയും വെള്ളം പൂർണ്ണമായി വറ്റുന്നതുവരെ പേടകത്തിലേക്ക് തിരികെ വരികയും പോവുകയും ചെയ്തു. മലങ്കാക്കകൾ അഴുകിയ മാംസം ഭക്ഷിക്കുന്നവയാണ്. അതിന് പുറത്ത് ഭക്ഷണം കണ്ടെത്താൻ കഴിയുന്നുണ്ടായിരുന്നു. പക്ഷെ പേടകത്തെ ഒരു സുരക്ഷിത താവളമായി അത് കണ്ടു. കര തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ പേടകം ഉപേക്ഷിക്കാൻ പറ്റിയ അവസ്ഥയായിട്ടില്ല എന്ന് നോഹ ഇതിൽ നിന്ന് മനസ്സിലാക്കി. 7 ദിവസത്തിന് ശേഷം അദ്ദേഹം ഒരു പ്രാവിനെ അയച്ചു. പ്രാവുകൾക്ക് പച്ചയായ സസ്യങ്ങളാണ് ആവശ്യം. ആദ്യ ശ്രമത്തിൽ പ്രാവ് തിരികെ വന്നു. എന്നാൽ രണ്ടാമത്തെ ശ്രമത്തിൽ പ്രാവ് തന്റെ കൊക്കിൽ പച്ചയായ ഒരു ഒലിവിലയുമായി മടങ്ങിയെത്തി. സസ്യജീവൻ ഭൂമിയിൽ വീണ്ടും വളർന്നു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവായിരുന്നു അത്. വീണ്ടും 7 ദിവസം കാത്തിരുന്ന ശേഷം നോഹ മൂന്നാമതും പ്രാവിനെ അയച്ചു. പ്രാവ് ഇത്തവണ ഒരിക്കലും മടങ്ങി വന്നില്ല. ഇതിനർത്ഥം പുറത്ത് സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതായിരുന്നു. നോഹയുടെ ഈ ക്ഷമയും പ്രായോഗിക ബുദ്ധിയുമാണ് 1 വർഷത്തിലധികം നീണ്ട ഈ അടച്ചിടൽ അവസാനിപ്പിക്കാൻ സമയമായെന്ന് അദ്ദേഹത്തെ ഉറപ്പിച്ചത്. നോഹയുടെ പേടകത്തിലെ ജീവിതം വെറും അതിജീവന കഥയായിരുന്നില്ല. അത് ഒരു വലിയ ദൗത്യത്തിനു വേണ്ടി ഒരു മനുഷ്യനും കുടുംബവും നടത്തിയ ധീരമായ ശ്രമത്തിന്റെയും ചിട്ടയായ ഒരുക്കത്തിന്റെയും അസാധാരണമായ സഹവർത്തിത്വത്തിന്റെയും ഒടുവിൽ വിജയം വരിച്ചതിന്റെയും കഥയാണ്. ഈ വിജയത്തിന്റെ രഹസ്യവും അതുതന്നെയാണ്. നന്ദി.